നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ടൈം എക്സാമിനേഷന് വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാ സബ്ജക്ട്സിലും ഏതൊക്കെ യൂണിറ്റാണ് പഠിക്കേണ്ടത് എന്നുള്ള ലിസ്റ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാളം ഫസ്റ്റിൽ നമുക്ക് യൂണിറ്റ് 1 മനസ്സു നന്നാവട്ടെ, അതിൽ പന്നീർപ്പൂവ്, താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, തിങ്കളാഴ്ച നല്ല ദിവസം, ഇത് മൊത്തം പഠിക്കണം. അടുത്ത യൂണിറ്റ് 2 കലയുടെ വേരുകൾ, അതിൽ കളിവിളക്കിൻ തിരുനാളം, പാടി വീട്ടാത്ത കടങ്ങൾ. ഇത്രയും ചാപ്റ്റേഴ്സാണ് മലയാളം ഫസ്റ്റിൽ അല്ലെങ്കിൽ കേരള പാഠാവലിയിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇനി മലയാളം സെക്കൻഡിൽ അടിസ്ഥാന പാഠാവലിയിൽ യൂണിറ്റ് 1 കനിവും കരുതലും, അതിൻ്റെ അകത്ത് കുരുവിയും കാട്ടുതീയും, കൊച്ചു ദേവദാരു, പെരുമഴയത്ത്, ഇത്രയും പഠിക്കണം. അടുത്ത ഇംഗ്ലീഷിൽ യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫ്, അതിൽ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, ദ 7 ഏജസ് ഓഫ് മാൻ, പിന്നെ ലിറ്റിൽ തിങ്സ് മാറ്റർ, ഇത്രയും. പിന്നെ യൂണിറ്റ് 2 വിങ്സ് ഓഫ് ഹോപ്പ്, അതിൻ്റെ അകത്ത് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ദ ഫെദേഴ്സ്, പിന്നെ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്, പിന്നെ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്, ഇത്രയും പഠിക്കണം. സംസ്കൃതം ആണെങ്കിൽ യൂണിറ്റ് 1 യൂണിറ്റ് 2 ആണ് പഠിക്കേണ്ടത്. ഉറുദു ആണെങ്കിൽ യൂണിറ്റ് 1 യൂണിറ്റ് 2 പഠിക്കണം. അറബിക്കിലും യൂണിറ്റ് 1 യൂണിറ്റ് 2. അപ്പോൾ ഇത്രയാണ് ലാംഗ്വേജസ്. ഇനി ഹിന്ദി ഉണ്ട്. ഹിന്ദി നമുക്ക് നോക്കാം. ഹിന്ദിയിൽ ഫസ്റ്റ് യൂണിറ്റിൽ പേഡ്, ജൂലിയ ഓർ ലൂണ, അത് വേണം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ഹാച്ചി കി കഹാനി, ബാബ ഓർ ബാബ കി ചെടി, ഇത്രയും 4 ഈ 4 യൂണിറ്റാണ് ഹിന്ദിയിൽ നമുക്ക് പഠിക്കേണ്ടത്. അതായത് ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും. ഇനി സോഷ്യൽ സയൻസിൽ ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും, അത് വേണം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റായ ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്, അത് വേണം. ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, മൂന്നാമത്തെ യൂണിറ്റ്, അതും വേണം. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും, ഇത്രയാണ് സോഷ്യൽ സയൻസിൽ. അപ്പോൾ സോഷ്യൽ സയൻസിൽ മൊത്തം 3 യൂണിറ്റാണ് വേണ്ടത്. ഇനി ഫിസിക്സിൽ 2 യൂണിറ്റ്, ഏതൊക്കെയാണ്? അളവുകളും യൂണിറ്റുകളും, മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, പിന്നെ ചലനവും ബലവും, മോഷൻ ആൻഡ് ഫോഴ്സ്. ഇനി കെമിസ്ട്രിയിൽ മാറ്റങ്ങളുടെ രസതന്ത്രം, കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, അത് വേണം. മൂലകങ്ങളും സംയുക്തങ്ങളും, എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, അത് വേണം. അപ്പം ഫിസിക്സിൽ 2 യൂണിറ്റ്, കെമിസ്ട്രിയിൽ 2 യൂണിറ്റ്. ബയോളജിയിൽ നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാം, ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്, ഒരു യൂണിറ്റ് വേണം. പിന്നെ ജീവന്റെ ഉത്ഭവം, ജീവികളുടെയും, ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്, അങ്ങനെ. അപ്പോൾ ബയോളജിയിലും 2 യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. മാത്സിൽ വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു യൂണിറ്റ് ഉണ്ടല്ലോ, അത് വേണം. പിന്നെ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ്, വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ്, പിന്നെ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ്, അത് വേണം. പിന്നെ വർഗ സമവാക്യങ്ങൾ, ബഹുഭുജങ്ങൾ, സ്ക്വയർ ഐഡൻറ്റിറ്റീസ്, പോളിഗൺസ്, ഒരു യൂണിറ്റ്. അങ്ങനെ 3 യൂണിറ്റ്. മാത്സിൽ 3 യൂണിറ്റ്, സോഷ്യലിൽ 3 യൂണിറ്റ്, നമ്മുടെ സയൻസിൽ ഫിസിക്സിൽ 2 യൂണിറ്റ്, കെമിസ്ട്രിയിൽ 2 യൂണിറ്റ്, ബയോളജിയിൽ 2 യൂണിറ്റ്. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് നിങ്ങൾക്ക് പഠിക്കേണ്ട പോർഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നമ്മുടെ ചാനലിൽ സോഷ്യലിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി, കെമിസ്ട്രിയുടെ 4th യൂണിറ്റ്, കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കംപ്ലീറ്റ് ആയി, ബയോളജിയുടേത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മാത്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. നമുക്കിനി രണ്ടാമത്തെ യൂണിറ്റ് ഈക്വൽ ട്രയാങ്കിൾസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫിസിക്സ് ഫസ്റ്റ് യൂണിറ്റ് തീരാറായി. ഇനി എൻ്റെ അകത്തെ നോട്ട്സും ഒക്കെയാണ് തരേണ്ടത്. ബയോളജിയിലും ഫസ്റ്റ് യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, തീരാറായി. അപ്പോൾ ഇനി നമ്മുടെ സോഷ്യൽ സയൻസ് സെക്കൻഡ് യൂണിറ്റ് ഉടനെ തന്നെ തുടങ്ങും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സോഷ്യൽ സയൻസ്, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റ് ഇടുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്